സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 34 4 തിരുവചനം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 34 സങ്കീർത്തനം 4 തിരുവചനത്തിൽ ദാവീദ് രാജാവ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ അട്ടിക്കളയുകയും ചെയ്തതിന് ശേഷം അവൻ പോയി രചിച്ച ഒരു സങ്കീർത്തനമാണ്. അവൻ പോയി പാടിയ ഒരു സ്തോത്രഗീതമാണ് 34 സങ്കീർത്തനം. ദാവീദിന് അബീമേലെക്ക് എന്ന ശത്രുവായ രാജാവിൻ്റെ മുമ്പിൽ അവിചാരിതമായി എത്തിപ്പെടേണ്ടി വന്നു. അബീമേലെക്ക് ദാവീദിനെ ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ ശത്രുവായ ദാവീദെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ തൻ്റെ അനുയായികളോട്, ഇത് നമ്മുടെ ശത്രുവായ ദാവീദല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇതാ ദാവീദ് അവിടെ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയാണ്. അതിൻ്റെ അനന്തരഫലമായി അബീമേലെക്ക് അനുയായികളോട് ആജ്ഞാപിക്കുന്നു, ഇവിടെ എനിക്ക് ഭ്രാന്തന്മാർ കുറവായിട്ടാണോ ഇവനെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അബീമേലെക്കിൻ്റെ അനുയായികൾ ദാവീദിനെ അവിടെ നിന്നും കടത്തുന്നു. അങ്ങനെയാണ് ദാവീദ് അബീമേലെക്ക് എന്ന ശത്രുവായ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ശേഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, വാഴ്ത്തിക്കൊണ്ട്, പുകഴ്ത്തിക്കൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട് എഴുതിയ സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. ഇവിടെ ഒരു അതിശയകരമായ വിഷയം നാം കാണേണ്ടത്, ഇത് നാം വളരെ സന്തോഷത്തോടെ വായിക്കുന്നു, ഇതിൻ്റെ നന്മകൾ അനുഭവിക്കുന്നുവെങ്കിലും ഈ സങ്കീർത്തനം എഴുതിയ ദാവീദിൻ്റെ ആ അനുഭവം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ധ്യാനിച്ചിട്ടുണ്ടോ? വളരെയധികം ശത്രുക്കൾ ദാവീദിനെ അന്വേഷിച്ച് തിരഞ്ഞു നടക്കുന്ന സമയം ദാവീദ് അവിചാരിതമായി എത്തിപ്പെട്ടത് അവൻ്റെ ശത്രുക്കളുടെ കരങ്ങളിലെന്ന് തിരിച്ചറിവുണ്ടാകും. എങ്ങനെ അവിടെ നിന്ന് പുറത്തു കിടക്കുമെന്നുള്ള ആ ചിന്ത അവനെ ഭരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് അവിടെ ബുദ്ധിഭ്രമം അഥവാ ഭ്രാന്തനെ പോലെ അഭിനയിക്കുക എന്നുള്ളത്. അതിലൂടെയാണ് അവന് രക്ഷ പ്രാപിക്കുവാനിടയായത്. ശേഷം ദാവീദ് ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ പ്രാർത്ഥനയുടെ ഭാഗമാണ് 34 സങ്കീർത്തനം 4 തിരുവചനത്തിൽ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, സഹോദരി, ഇന്ന് നിങ്ങൾ ദാവീദ് ശത്രുവിൻ്റെ മുമ്പിൽ ഇവിടെ അകപ്പെട്ടതുപോലെ ഏതെല്ലാം ഭയത്തിൽ, ഏതെല്ലാം രോഗത്തിൽ, ഏതെല്ലാം ഭാരത്തിൽ, ഏതെല്ലാം ഭീഷണിയിൽ, ഏതെല്ലാം വ്യാധിയിൽ, ഏതെല്ലാം ആവശ്യഭാരങ്ങളിൽ നിങ്ങൾ ദാവീദിനെ പോലെ കുടുങ്ങിക്കിടക്കുകയാണോ? ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇവിടെ ദാവീദ് രക്ഷ പ്രാപിച്ചുകൊണ്ട്, വിടുതൽ പ്രാപിച്ചുകൊണ്ട് സ്തോത്ര സംഗീതം രേഖപ്പെടുത്തിയതുപോലെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഏതൊരു
പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കടക്കുവാൻ ദൈവം മുഖാന്തരങ്ങളൊരുക്കും, വഴി തുറന്നു തരും. ഇത് സംബന്ധിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിനക്ക് മുമ്പായി ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു ചെന്ന് സകല ദുർഘടങ്ങളെയും മാറ്റി താമ്രമതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുമെന്ന്. അതെ, ദൈവത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ആമേൻ.